കുറച്ച് ദിവസം മുമ്പ് ബെൻഹർ വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾ കുറച്ച് പേരിരുന്ന് ഒരു പ്രെയർ ചെയ്യുന്നുണ്ട്, ചേരാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എല്ലാവരും അവരവനായിരിക്കുന്ന വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം, ഓരോ പ്രേയേഴ്സ് പറഞ്ഞു തരും, നമ്മളത് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ പ്രാർത്ഥനയിൽ കൂടി. അപ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലിയതിൽ എനിക്ക് കിട്ടിയ കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ് ഈ ഓഡിയോ ഞാൻ ഇടുന്നത്. ഒന്നാമതായിട്ട് നമ്മളിപ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു അധ്വാനം എന്തോരം ഉണ്ടെന്ന് ശരിക്കും മനസ്സിലായ കുറച്ച് ദിവസമാണ്. ശരിക്കും കുത്തിപ്പിടിച്ചിരുന്ന് കുറച്ച് മണിക്കൂർ, 1.5-2 മണിക്കൂറൊക്കെ നമ്മൾ അതിന് വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന് അങ്ങോട്ട് അധ്വാനിക്കുകയാണ്. നമ്മൾ ഈ പഠിക്കണ പോലെയൊക്കെ തന്നെ ഇതിന് വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടിയൊക്കെ സമയം മാറ്റി വെച്ച് അതിന് നല്ലൊരു അധ്വാനം അതിൻ്റെ പുറകെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇത്ര നാൾ ബെൻഹർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവൻ്റെ തലയിൽ ഇട്ട് കൊടുക്കും, കഴിഞ്ഞു. അപ്പം അങ്ങനെയല്ല, ഇതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു അധ്വാനം ശരിക്കും മനസ്സിലാവാൻ പറ്റി, ഒന്നാമതായിട്ട്. പിന്നെ രണ്ടാമതായിട്ട് തോന്നിയൊരിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നമ്മളുടെ അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നോ കാശ് വാങ്ങി ചിലവാക്കുന്നതും നമ്മൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ചിലവാക്കുന്നതിൽ ഒരു സുഖത്തിനൊരു വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞൊരു വ്യത്യാസം കൂടെ തോന്നി. വീണ്ടും അത് തന്നെ, നമ്മൾ ഇത്ര നാളിപ്പോൾ ഒരാളോട് പറയുകയാണ് ഇങ്ങനെ പ്രശ്നമുണ്ട് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ആ ആൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഓക്കെ, നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു, ഇങ്ങനെ പോയി. ഇതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ തന്നെ എൻ്റെ കാര്യത്തിനും എൻ്റെ മറ്റ് പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ആവശ്യത്തിനും വേണ്ടി ഞാനിരുന്ന് പ്രാർത്ഥിച്ച് ഓരോന്ന് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് തോന്നി. പിന്നെ മൂന്നാമതായിട്ട് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ ബെൻഹർ ഒരു മെസ്സേജ് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ദൈവം ഞങ്ങളുടെ ചിന്ത, ബോധ്യങ്ങൾ അതൊക്കെ വിശുദ്ധീകരിക്കുന്നതായിട്ടൊരു മെസ്സേജ് കിട്ടുന്നു ബെൻഹർ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു. അത് പറഞ്ഞപ്പോൾ ശരിയായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ അന്ധമായ വിശ്വാസങ്ങൾ, തെറ്റായ ബോധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോണേ, വിശുദ്ധീകരിക്കപ്പെടണേ എന്നുള്ളൊരു നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ മെസ്സേജ് തന്നെ ബെൻഹർ ഈ ദിവസങ്ങളിൽ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായാലും നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനുള്ള ഒരു കുറച്ച് നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ് ഈ ഓഡിയോ ഞാൻ ഇട്ടേക്കുന്നത്. ദൈവം എല്ലാവർക്കും സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ.